ലാലേട്ടന്റെ സ്കൂളിൽ പോകുന്ന കാലത്ത് ലാലേട്ടന്റെ പാരന്റ്സ് അച്ഛനമ്മയും എന്ത് ഉപദേശം അവർക്ക് തരുന്നത് അത് ലാലേട്ടൻ കേൾക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഉപദേശമൊന്നും തരേണ്ട കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രയും ഒരു കലുഷമായ ജീവിതമായിരുന്നില്ല. പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പറയാവുന്ന സൂക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ അന്നൊന്നും ഇത്രയും ട്രാഫിക് ഇല്ല, ആരെങ്കിലും കൊണ്ടുവിടും, എളുപ്പം വരണം, പഠിക്കണം, അങ്ങനെയൊക്കെ വളരെ ജനറലായിട്ട് വലിയ ഉപദേശങ്ങൾക്കൊന്നും അന്ന് വലിയ പ്രസക്തിയില്ലായിരുന്നു. നമുക്ക് ചെയ്യേണ്ട ജോലികളെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണകളുണ്ടായിരുന്നു, ഞങ്ങളത് ചെയ്യുമായിരുന്നു അല്ലേ. രാവിലെ ഇപ്പോഴല്ലേ വെളുപ്പിനെ കുട്ടികളെ പിടിച്ചെണീപ്പിച്ച് ജോലി ചെയ്ത് ഒരു വലിയ ജോലി പോലെയായി സ്കൂളിൽ പോകുന്ന അച്ഛനമ്മമാർക്ക്. എൻ്റെ അച്ഛനും അമ്മമാർക്കൊന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. അവർ നമ്മുടെ സ്കൂൾ പഠനത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ല. അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെയാണ് അവരെ സ്ട്രെസ്ഫുൾ ആക്കാതിരിക്കുക എന്നുള്ളത്. അപ്പം അവർ ഉപദേശിക്കാതെ അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അവർക്കൊരു സ്ട്രെയിൻ കൊടുക്കാതെ ഇതിനെ ഏറ്റവും രസകരമായിട്ട് ഈ പഠനത്തിനെ കൊണ്ടുപോകാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. സോ യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ. കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരു സ്കൂളിലെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു നമ്മുടെ ലാലേട്ടൻ. ആ ചടങ്ങിൽ വെച്ച് കുറച്ച് കുട്ടികൾ ലാലേട്ടനോട് നേരിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അതായത് ലാലേട്ടൻ ഇത്രയും നാൾ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ഇഷ്ടപ്പെട്ട യാത്ര, ഇത്രയും നാളുകൾക്കുള്ളിൽ ഇഷ്ടപ്പെട്ട യാത്രയിലുണ്ടായ സംഭവങ്ങൾ, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചോദ്യവും ലാലേട്ടന് അതിന് കൊടുത്ത മറുപടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തത്. എത്ര മനോഹരമായിട്ടാണ് ലാലേട്ടൻ ഉത്തരം കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓരോ വാക്കും ഓരോ സാഹചര്യങ്ങളും എല്ലാം അല്ലേ നമ്മളെയൊക്കെ, അതായത് ഈ പുതിയ ജനറേഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നെങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു ആൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി ചിന്തിപ്പിക്കുകയും നമ്മളെയൊക്കെ നമ്മുടെ സ്കൂൾ ലൈഫിലോട്ട് കുഞ്ഞിലുള്ള ഓരോ സാഹചര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു നമ്മുടെ ലാലേട്ടൻ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ശരിയാണ്, ഞാനും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നൊരു വ്യക്തിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.